ഹായ് ഫ്രണ്ട്സ്, ശരത്തു ഫിഷിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ നാട്ടിലുള്ള ഒരു പുഴയിൽ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയതാണ്, ചാലിയാറിൽ. അപ്പോൾ പുഴയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ തീറ്റയൊക്കെ സെറ്റാക്കിയിട്ടാണ് വന്നത്. കണ്ടോ, തീറ്റയൊക്കെ സെറ്റാക്കി സ്റ്റിക്ക്. ഇപ്പോൾ ഫ്രണ്ട്സുകളൊക്കെ അവിടെ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ ഫ്രണ്ട്സാണ്, അവർ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അവിടെ. അവർക്ക് നല്ല രീതിയിൽ തന്നെ മീൻ പിടിച്ച് അവർ പോകാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പം ഞാനിവിടെ വന്നപ്പോൾ അവർ ഒന്നുകൂടി നിൽക്കാമെന്ന് പറഞ്ഞു, എനിക്ക് കമ്പനിക്ക്. ഒരാൾ ഇവിടെ പാറപ്പുറത്ത് മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവനും അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഏതായാലും നമ്മളെ സ്റ്റിക്കായിട്ട് വെള്ളത്തിലൂടെ ആ പാറപ്പുറത്തേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോയോണ്ട് നിൽക്കുകയാണ്. ആ പാറപ്പുറത്ത് നിന്ന് നല്ല ആഴത്തിലേക്ക് എറിഞ്ഞാലേ മീൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ പാറപ്പുറത്തെത്തൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് പുഴയിൽ കുറേ മാട് കയറിയതാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പാറപ്പുറത്തേക്ക്. അവിടുന്ന് നമ്മൾ കാര്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ചുണ്ട, ഇരിമീൻ, അതേപോലെ കടുങ്ങാലിപ്പരൽ, അതിനൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മളെ ഫ്രണ്ട് ഇപ്പോഴും മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ പാറപ്പുറത്തെത്തി തീറ്റ എറിഞ്ഞിടാൻ ഉള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ നമുക്ക് ക്യാമറ പിടിച്ചു തരാൻ അവനറിയില്ല, കൂടെ ഉള്ളവന്. അപ്പം തന്നെ നമ്മൾ വീഡിയോ കട്ട് ആക്കിയിട്ടാണ് ഇടുന്നത്. ഒന്നും വിചാരിക്കരുത്, നമുക്ക് ക്യാമറ പിടിച്ചു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. പ്രത്യേകിച്ച് വെള്ളത്തിലായതുകൊണ്ട് ഫോൺ വെള്ളത്തിൽ പോകുമോ എന്നുള്ളൊരു പേടിയോണ്ട് നമ്മളങ്ങനെ. ഏതായാലും തീറ്റ ഞാൻ എറിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് നേരമായി എറിഞ്ഞ് വെച്ചിട്ട്. നമുക്കെന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഞാൻ കുറച്ച് മുന്നേ എറിഞ്ഞിട്ടപ്പോൾ ചെറിയൊരു മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ ചെറിയൊരു ചുണ്ടക്കുട്ടിയാണ്. അതിനെ അവിടെ ഒരു ഈർപ്പയിൽ കെട്ടി വെച്ചതാണ്. നോക്കാം നമുക്ക് മീൻ അടിക്കുമെന്ന്. അതിലടിക്ക് പെട്ടെന്ന് മീനടിച്ചു. നമ്മളെ കൂട്ടുകാരനോട് കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഇതൊന്ന് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ അവനെടുത്തതാണ്. നോക്കാം നമുക്ക് മീൻ കിട്ടുമെന്ന്. ഓ ഗൈസ്, മീൻ പോയി. അപ്പോൾ കുറച്ച് നേരം നമ്മൾ പിന്നെയും ചൂണ്ടലിട്ടു. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് മീനുകൾ കിട്ടി. ഇതാണ് കിട്ടിയത്. ഒരു 3-4 ചുണ്ടയും കുറച്ച് പരലും ഒക്കെ കിട്ടി. അപ്പോൾ അത് വെച്ച് ഇപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുക. ക്യാമറ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഗൈസ്, അല്ലാതെ വേറെ ഒന്നും വിചാരിക്കരുത്. നമുക്ക് വീഡിയോ പിടിച്ചു തരാൻ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കായിട്ടാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും. ഇത് നമ്മളെ നാട്, നല്ല വൈബ് ഏരിയയാണ്. ഇവിടെയൊക്കെ വന്നാൽ നല്ല മീൻ കിട്ടും കേട്ടോ. ഇത് സ്ഥലം വരുന്നത് അരീക്കോട് തെരട്ടമ്മൽ, മലപ്പുറം ജില്ലയിലാണ്. നല്ല അടിപൊളിയായിട്ട് മീൻ കിട്ടുന്ന സ്ഥലമാണ്. ഞാൻ വന്നപ്പോഴേ നേരം വൈകിയായിരുന്നു. ഇപ്പോൾ കുറച്ച് ഇരുട്ടായി. എന്തായാലും കുറച്ചു നേരം കൂടി നിന്ന് നോക്കാം എന്ന് വിചാരിച്ചു. കുറച്ചു നേരം കൂടി നിന്ന് നോക്കാം. കുറച്ച് കഴിഞ്ഞാൽ അവിടെ നീർനായൊക്കെ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആവൽ നിർബന്ധമാണ്. ഏതായാലും രണ്ടാമത് എറിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, കിട്ടുമെന്ന് നോക്കാം. അങ്ങനെ ബെല്ലടിയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ചെറിയ പരല് പിടിച്ച് ഇങ്ങനെ വലിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം മീൻ കിട്ടുമെന്ന്. വന്ന സമയം കുറച്ച് നേരം വൈകിയോണ്ടാണ് ഇപ്പോൾ ഈ ഒരു മീൻ അടി ഇങ്ങനെ കമ്മിയായത്. ഇപ്പോൾ അത് ചെറുതായിട്ട് മീൻ വലിച്ചുകൊണ്ട് വെക്കുന്നുണ്ട്. എന്താവോ എന്തോ, കിട്ടുമോ നോക്കാം. ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങിയത്.
നേരെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മീൻ കൊത്തുന്നത് കുറവാണ്. കിട്ടുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും. അങ്ങനെ കൂടെ ഉള്ളവന് പോയി, കുറച്ച് ഇരുട്ടായി. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റിക്ക് എടുക്കാമെന്നുള്ള ഇതിലായി. ഇനി അധികം നേരം നിന്നാൽ നീർനായ കയറും. അപ്പം സ്റ്റിക്ക് വലിക്കുകയാണ്. എന്തായാലും സ്റ്റിക്ക് എടുത്തിട്ട് പോകാനുള്ള ശ്രമം നോക്കാം. അപ്പോൾ എന്തായാലും വലിച്ചു നോക്കാം, വല്ല മീനുണ്ടോ നോക്കാം. കുറച്ച് നേരം നിന്നതിന് ശേഷം കുറച്ച് മീനൊക്കെ കിട്ടിയായിരുന്നു. അത് വീഡിയോ എടുത്ത് തരാൻ കഴിയാത്തതുകൊണ്ടാണ് അതുകൊണ്ട് മീൻ കിട്ടുന്ന വീഡിയോ വേറെ ചെയ്യുന്നതാണ്, നമ്മളെ ഫ്രണ്ടിനും കൂട്ടി പോയാണ്ട്. എന്തായാലും നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നല്ല ഇരുട്ടായിട്ടുണ്ട്. നമുക്ക് അക്കരെ എത്തൽ നിർബന്ധമാണ്, കുറച്ച് നടക്കാനുണ്ട് വെള്ളത്തിൽ കൂടെ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ഇരുട്ടായാണ്. മീൻ കിട്ടുന്ന വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതാവും. ഇപ്പോൾ വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. നല്ല ഇരുട്ടാണ്.